അല്ല, നിങ്ങൾ ചെയ്തതല്ലേ ഇത് കേട്ടോ. അതായത് മദ്രസ ഉസ്താദുമാർ എത്ര കുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ട്, അവിടെയൊക്കെ ഇതേപോലെ ആക്ഷൻ കമ്മിറ്റികൾ ഉണ്ടായിട്ടുണ്ടോ? പാലത്തായിലെ പ്രതി ഹിന്ദുവായതാണോ നിങ്ങളുടെ പ്രശ്നം? CPM ജില്ലാ കമ്മിറ്റി അംഗ ഹരീന്ദ്രൻ. ഇത് നിങ്ങൾ കൊടുത്താണ് മീഡിയ വൺ അല്ലെ? യഥാർത്ഥത്തിൽ ഹരീന്ദ്രൻ പ്രസംഗിച്ചെന്താ? ഹരീന്ദ്രൻ പ്രസംഗിച്ചത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് P. ഹരീന്ദ്രൻ എന്ന് പറഞ്ഞാൽ RSSന്റെ ഏറ്റവും ഭീകരമായ ആക്രമണത്തിന് വിധേയപ്പെടേണ്ട പലതവണ അത്ഭുതകരമായി രക്ഷപ്പെട്ടയാളാണ് P. ഹരീന്ദ്രൻ. വർഗീയതക്കെതിരായിട്ട് അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ആളാണ് P. ഹരീന്ദ്രൻ. RSS ചുരുങ്ങിയത് ഒരു 5 തവണയെങ്കിലും ഹരീന്ദ്രനെ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ? അത്ഭുതകരമായി രക്ഷപ്പെട്ടയാണ് ഓരോ സന്ദർഭങ്ങളിൽ. ആ ഹരീന്ദ്രനെ നിങ്ങൾ ദയവേത് വർഗീയവാദിയാക്കരുത്. മീഡിയ വണ്ണിനോട് ഞാൻ പ്രത്യേകമായിട്ട് പറയണം. മീഡിയ വണ്ണിന്റെ വാർത്തയും ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രചരണവും കേട്ട് അത് തന്നെയാണ് ഇപ്പൊ മുസ്ലിം ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത്. മുസ്ലിം ലീഗ് ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി വൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗ് ഇപ്പോ SDPI വൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ രാഷ്ട്രീയമാണ് ഇപ്പൊ മുസ്ലിം ലീഗ് എടുത്തു നടക്കുന്നത്. പൂർണ്ണമായിട്ടും മുസ്ലിം ലീഗിനെ ഈ മതരാഷ്ട്രവാദികളുടെ രാഷ്ട്രീയം പിടികൂടി കഴിഞ്ഞിരിക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രചരണം നടക്കുന്നത്. സംഭവിച്ചിരിക്കുന്ന എന്താ? ഇതില് മീഡിയ വൺ നടത്തിയ പ്രചരണം മറ്റൊരു വർഗീയ പ്രചരണം. എന്താ വർഗീയ പ്രചരണം? അതായത് SDPIയുടെ വർഗീയമായ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി SDPI ശ്രമിച്ചതിനെ വിമർശിച്ചപ്പോൾ അത് സഹിക്കാതെ ആ കാര്യങ്ങൾ വളച്ചൊടിച്ച് നാട്ടിൽ അവതരിപ്പിച്ച് വർഗീയ വിഭജനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് മീഡിയ വൺ ശ്രമിച്ചത്. മീഡിയ വണ്ണിന്റെ സ്ഥിര ഏർപ്പാട് അതാണ്. ഇപ്പോ പ്രത്യേകിച്ച് ദാവൂദാണല്ലോ നിങ്ങളുടെ ആത്മീയ ഗുരു. ദാവൂദിന്റെ പരാമർശം നിങ്ങൾ കേട്ടല്ലേ? കേരളത്തിലെ ഗവൺമെന്റ് ജൈവ കൃഷി നടത്തുന്നതും സ്വാശ്രയത്വം എന്ന് പറയുന്നതും ഒക്കെ ഹിന്ദുത്വ അജണ്ടയാണ് പോലും. ഇങ്ങനെ പറയുന്ന തനി വർഗീയ ബോധം മാത്രം തലയിലുള്ള ഒരു മനുഷ്യന്റെ നേതൃത്വത്തിലുള്ള ഒരു ചാനൽ സ്വാഭാവികമായിട്ട് അത്രയും സംഭവിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഞാൻ സാധാരണ മാധ്യമ പ്രവർത്തകരെ അങ്ങനെ പറയുന്നതല്ല. മാധ്യമ പ്രവർത്തകരെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ചാനലിനെയാണ് പറയുന്നത്. ഈ ചാനലിന്റെ പൊളിറ്റിക്സ് എന്ന് വരുന്നതാണ്. അതുകൊണ്ട് ഇങ്ങനെ നുണ പ്രചരിപ്പിക്കരുത്. ഹരീന്ദ്ര വർഗീയമായിട്ട് ഒരു കാര്യവും ഇവിടെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം SDPI ആണ് വിമർശിച്ചത്. SDPIയുടെ രീതികളെയാണ് വിമർശിച്ചത്. അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് മീഡിയ വൺ ചെയ്തിട്ടുള്ളത്. അത് കേട്ടിട്ടാണ് അത് മീഡിയ വൺ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുസ്ലിം ലീഗിന്റെ നേതാവിന് വേറെ ഒന്നും പറയാനുണ്ടാവില്ല. കാരണം ജമാഅത്തെ ഇസ്ലാമി SDPI ആണ് ഇപ്പൊ മുസ്ലിം ലീഗിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ രാഷ്ട്രീയം നിർണ്ണയിച്ചുകൊണ്ടിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയും SDPI ആണ്. മീഡിയ വൺ പറഞ്ഞാൽ പിന്നെ വേറെ അന്വേഷിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ നേതാവ് നേരെ ചാടിക്കയറി CPM-നെതിരായിട്ട് വർഗീയമായിട്ട് അക്രമം നടത്താൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. യെസ്, പോരെ.